കേഡർ റിട്ടയർഡ് IAS ഓഫീസർ രാജേന്ദ്രൻ മുല്ലപ്പെരിയാർ ടണൽ സമര സമിതിയുടെ 661 ദിവസം മാലിപ്പുറത്തെ സമരപ്പന്തൽ സന്ദർശിച്ചു. This news brought to you by Kalpaga Weddings, North Parur. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് സമവായ ശ്രമവുമായി തമിഴ്നാട് പ്രതിനിധി M. രാജേന്ദ്രൻ IAS മുല്ലപ്പെരിയാർ ടണൽ സമരപ്പന്തൽ സന്ദർശിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് സമവായ ശ്രമവുമായി തമിഴ്നാട് പ്രതിനിധികൾ കൊച്ചി വൈപ്പിനിലെ മുല്ലപ്പെരിയാർ ടണൽ സമരപ്പന്തൽ സന്ദർശിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 661 ദിവസമായി വൈപ്പിൻ മാലിപ്പുറത്ത് സ്ഥിരം സമരപ്പന്തൽ കെട്ടി റിലേ ഉപവാസ സമരം നടന്നുവരികയാണ്. സമരത്തിന്റെ വാർഷിക ദിനമായ 2025 ഒക്ടോബർ 2 വിശിഷ്ട അതിഥിയായി എത്തിയത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആഴത്തിൽ പഠനങ്ങൾ നടത്തി നീരാധികാരം എന്ന നോവൽ രചിച്ച തമിഴ്നാട്ടിലെ പ്രശസ്ത എഴുത്തുകാരി A. വെണ്ണില ആയിരുന്നു. തമിഴ്നാടിന് ഇന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ജലം ലഭിക്കുന്ന പുതിയ ടണൽ എന്ന ആശയം വെണ്ണിലയെ വല്ലാതെ ആകർഷിച്ചു. വെണ്ണിലയുടെ ശ്രമഫലമായാണ് M. രാജേന്ദ്രനും കമ്പത്തെ കാർഷിക വകുപ്പിൽ ഉദ്യോഗസ്ഥരായ KR ജയപാണ്ഡ്യൻ, PS മുരുകൻ തുടങ്ങിയ പ്രതിനിധി സംഘം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സമരപന്തലിൽ എത്തിയത്. സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന 50 അടി ടണൽ എന്ന ആശയത്തിന് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നിലവിലെ 106 അടിയിലെ ടണലിന്റെ ഉയരം 90 അടിയിലേക്ക് താഴ്ത്തി ഡാമിലെ ജലനിരപ്പ് കുറച്ചുകൊണ്ട് കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ സ്വീകാര്യമായേക്കാവുന്ന ഒരു പുതിയ പ്രപ്പോസൽ കേരള തമിഴ്നാട് ഗവൺമെന്റുകൾക്ക് നൽകിക്കൊണ്ട് നിലവിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളുടെ മനസ്സിലെ ഭീതി കുറയ്ക്കുവാൻ കഴിയുമെന്ന് M. രാജേന്ദ്രൻ പറഞ്ഞു. And she was with you, and she was very much impressed by your writing skill. In fact, this is 661 days. So nearly, I think you are nearing 2 years completion. 2 years. I am very happy that people like you are fighting for a common cause. Nowadays, people for fighting for a common cause are completely weak. Many people are fighting for their own cause. Many people fight for their cause, personal cause, not for public cause. So you are such a fine people. If you reduce the water level from 142 feet to 90 feet or 100 feet, then the water spread area comes down. As of now, the water spread area at 136 feet, if water is bounded at 136 feet, you will get 15 TMC. If you reduce the rate, if you reduce the height, then we will get only 3 TMC or 4 TMC. For that, Tamil Nadu government will not accept. So I suggest you deepen the channel, the existing channel. Let the existing channel drain the water to Tamil Nadu area. Let Tamil Nadu government will find a way to hold the water either in tanks or a new dam and all that. So I think it's a win-win situation. You can win. So whatever we try, we should achieve during our lifetime only. During our lifetime, we have to succeed. So this is a easy way I could think of. If you go on this route, during your lifetime, we can succeed. We can save this Ernakulam area from inundation. We can save from the future generation from the possible breakage of dam. ഈ നിർദ്ദേശം തമിഴ്നാട് ഗവൺമെന്റിനെയും ജനങ്ങളെയും അംഗീകരിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഈ നിർദ്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രക്ഷാധികാരി ശ്രീ പ്രൊഫസർ CP റോയ് സ്വാഗതവും സമരസമിതി പ്രസിഡന്റ് രമേശ് രവി നന്ദിയും പറഞ്ഞു. സമരസമിതി ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ശുഭാപ്തി വിശ്വാസം നൽകുന്നതായിരുന്നു M. രാജേന്ദ്രൻ IASന്റെ പ്രഭാഷണം. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത മാലിപ്പുറം.